ശരീരമാകെ വരഞ്ഞ മൃതദേഹങ്ങൾ, സാത്താൻ സേവകർക്ക് രക്തം വാർന്ന് ദാരുണ മരണം. അരുണാചൽ പ്രദേശ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ ഒരു ഫോൺ കോൾ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ ഫോണിലേക്ക് എത്തിയത്. മകളെയും ഭർത്താവിനെയും കൂടെ മറ്റൊരു യുവതിയെയും അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗർ ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലെ 305 നമ്പർ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായാണ് അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയത്. അദ്ദേഹം ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്താണ് മരണത്തിൻ്റെ കാരണമെന്ന് അറിയില്ലെന്നും ദേവിയും നവീനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ദേവിയുടെ പിതാവ് ബാലൻ മാധവൻ പറഞ്ഞു. നവീൻ്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷങ്ങളായി. വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. ഇവരോടൊപ്പമുണ്ടായിരുന്ന ആര്യയുടെ വിവാഹവും അടുത്ത മാസം നടത്തുവാൻ നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ഈ ദുരൂഹ മരണവും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ബാലൻ മാധവന്റെ മകൾ 35-കാരിയായ ദേവി, മകളുടെ ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി 35-കാരനായ നവീൻ തോമസ്, ഇവരുടെ സുഹൃത്തായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ ബി നായർ 29 വയസ്സ് എന്നിവരെയാണ് ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു മുറിയിലായിരുന്നു മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു. നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വ്യക്തമായി. മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായ മുറിവുകളുണ്ടാക്കിയെന്നാണ് വിവരം. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങളാകെ വരഞ്ഞ് കീറിയ നിലയിലാണ്. പുനർജനി എന്ന സാത്താൻ സേവാ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു മരിച്ച നവീനും ഭാര്യ ദേവിയുമെന്ന് അയൽവാസി ഐപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആഭിചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വരഞ്ഞതെന്നാണ് നിലവിൽ അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ രക്തം വാർന്നാണ് മൂവരും മരിച്ചിരിക്കുന്നത്. എത്ര ദിവസമായി മരിച്ചിട്ടെന്ന് ഒരു അറിവുമില്ലെന്നും ഐപ്പ് പറഞ്ഞു. പുനർജനി എന്ന സാത്താൻ സേവാ സംഘടന വഴിയാണ് ഇവർ അരുണാചലിൽ എത്തിയത് എന്നുമാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായും സൂചനയുണ്ട്. മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം. സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു. ഒരു കടവുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് പോകുന്നു എന്നെഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരിക്കുന്നതായാണ് പോലീസ് പറയുന്നത്. ദമ്പതിമാരോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യ ബി നായർ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു. നവീനും ഭാര്യ ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ്. ഇവർ തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മാർച്ച് 17-നാണ് ഇരുവരും അവസാനമായി മീനടത്തെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. ദമ്പതിമാരും അധ്യാപികയും പുനർജനി വഴിയാണ് പരിചയപ്പെട്ടതെന്നും പറയപ്പെടുന്നു. മാർച്ച് 26-നാണ് മൂവരും കേരളത്തിൽ നിന്ന് പോയത്. തുടർന്ന് 27-ാം തീയതി മകളെ കാണാനില്ലെന്ന് ആര്യയുടെ പിതാവ് വട്ടിയൂർക്കാവ് പോലീസ് പരാതി നൽകിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് മൂവരും വിമാനമാർഗം ഗുവാഹത്തിയിലേക്ക് പോയതായി കണ്ടെത്തിയത്. നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തില്ല, ബന്ധുക്കൾ അന്വേഷിച്ചുമില്ല. എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് മൂവരും ഒരുമിച്ചാണ് പോയതെന്ന് മനസ്സിലായത്. 2011-ലായിരുന്നു നവീന്റെയും ദേവിയുടെയും വിവാഹം തിരുവനന്തപുരത്ത് നടന്നത്. തലസ്ഥാനത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്നത്തെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. മൂവരുടെയും മരണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. നവീന്റെ പിതാവും മാതാവുമാണ് ഇപ്പോൾ കോട്ടയത്തെ വീട്ടിലുള്ളത്. പിതാവ് NA തോമസ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. മാതാവ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജരായിരുന്നു. ഒരു സഹോദരിയും നവീനുണ്ട്. നാട്ടുകാരോടൊക്കെ നന്നായി ഇടപെട്ടുകൊണ്ടിരുന്ന നവീൻ ഈ സാത്താൻ സേവാ സംഘവുമായി സഹകരണം തുടങ്ങിയതോടെ കുട്ടികളും വേണ്ടെന്ന് വെച്ച് ആരോടും ഒരു സഹകരണവും ഇല്ലാതായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോസ്റ്റ്മോർട്ടവും പോലീസ് നടപടികളും എല്ലാം പൂർത്തിയാക്കി മൃതദേഹം നാളെ വൈകുന്നേരത്തോടുകൂടിയോ മറ്റന്നാളോ നാട്ടിൽ എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. മരണമടഞ്ഞ മൂവരുടെയും അടുത്ത ബന്ധുക്കൾ അരുണാചലിൽ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.